നമസ്കാരം, മഞ്ജുഷയാണ്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഡു, ഡസ് ആൻഡ് ഡിഡ് എന്നീ ഓക്സിലറി വെർബ്സ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ വന്ന് അത് പറയണം. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹെൽപ്പിംഗ് വേർബ്സ് എന്നാൽ ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്യുന്ന വേർബ്സ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹെൽപ്പിംഗ് വേർബ്സ്? ബി, ഡു ആൻഡ് ഹാവ്. ഇനി എന്തൊക്കെ ഹെൽപ്പാണ് ഇവർ ചെയ്യുന്നത്? ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതായത് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി നടക്കുന്ന സമയം അല്ലേ? കാലം. അത് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരും. നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. ഇത്രയും സഹായങ്ങളാണ് ഈ ഹെൽപ്പിംഗ് വേർബ്സ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ബിയുടെ പ്രധാന ഫോംസ് ആയിട്ടുള്ള ആം, ഈസ്, ആർ, വാസ്, വെയർ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഡു എന്ന ഹെൽപ്പിംഗ് വേർബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഡൂയും ഡസ്സും ഡിഡും ഒക്കെ ടു ഡു എന്ന വേർബിൻ്റെ ഫോംസ് ആണ്. ഇവിടെ ഞാൻ എന്താ ഡൂവിനെയും ഡസ്സിനെയും ഒരു ബോക്സിലും ഡിഡിനെ മാത്രം വേറൊരു ബോക്സിലും ഇട്ടിരിക്കുന്നത്? ഡൂവും ഡസ്സും നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണല്ലേ ഉപയോഗിക്കുക. അതായത് ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഡൂവും ഡസ്സും ഉപയോഗിക്കുക. എന്നാൽ ഡിഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതായത് നടന്ന് കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക. ഡൂവും ഡസ്സും ചെയ്യുക എന്ന അർത്ഥത്തിലും ഡിഡ് എന്നത് ചെയ്തു എന്ന അർത്ഥത്തിലും നമുക്കൊരു സെൻറ്റൻസിലെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസസ് ഒന്ന് നോക്കിയേ. ഐ ഡു മൈ ഹോംവർക്ക്. ഷീ ഡസ് ഹെർ ഹോംവർക്ക്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ഡൂയും രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ ഡസ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? എന്താ കാരണം? സബ്ജക്റ്റിൽ വന്ന മാറ്റം. ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡു എന്ന വേർബും ഷീ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡസ് എന്ന വേർബുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വേർബിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചും ടെൻസ് അല്ലെങ്കിൽ പ്രവൃത്തി നടക്കുന്ന സമയത്തിനനുസരിച്ചുമൊക്കെ ഈ വേർബിൻ്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങളൊക്കെ വരും. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഐ, യു, വി, ദേ തുടങ്ങിയ പ്രോണൗൺസോ അതല്ലെങ്കിൽ രാജു ആൻഡ് രാധ, ബേർഡ്സ്, ചിൽഡ്രൻ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സോ വരുമ്പോഴാണ് നമ്മൾ ഡു ഉപയോഗിക്കുക. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹി, ഷീ, ഇറ്റ്, അനു, വിനു, ചൈൽഡ്, ബേർഡ് ഇങ്ങനെയുള്ള സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ അവിടെ നമ്മൾ ഡസ്സാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐയുടെ കൂടെയും ഒന്നിലധികം ആളുകളെ സൂചിപ്പിക്കുന്ന പ്രോണൗൺസിൻ്റെ കൂടെയും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയും ഡു എന്ന വേർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഒരാൾ മാത്രം വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഏത് ഉപയോഗിക്കും? ഡസ് ഉപയോഗിക്കും അല്ലേ? ഇനി ഡിഡിൻ്റെ കാര്യം നോക്കാം. ഡിഡിന് ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡിഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഡൂയും ഡസ്സും ഡിഡും ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. മറ്റെല്ലാ ഹെൽപ്പിംഗ് വേർബ്സിനെയും പോലെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാനും ചോദ്യങ്ങൾ അഥവാ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുമാണ് നമ്മൾ ഡൂയും ഡസ്സും ഡിഡും ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? നോ, നോട്ട്, ഇൻറ്റ്, നെവർ തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ വരുന്ന സെൻറ്റൻസസ് ആണ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന്. ഈ വാക്കുകൾ ഇല്ലാത്ത സെൻറ്റൻസസിന് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും അല്ലേ? സിന്ധു ഇസ് പ്ലേയിങ് ടെന്നീസ്. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക? ഈ സെൻറ്റൻസിലെ ഹെൽപ്പിംഗ് വേർബായ ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുക്കുക അല്ലേ? സിമ്പിളാണ്. സിന്ധു ഇസ് നോട്ട് പ്ലേയിങ് ടെന്നീസ്. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയി മാറി. ഐ ക്യാൻ സ്വിം. ഇവിടെ ക്യാൻ എന്ന വേർബിനോട് നോട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം അല്ലേ? ഐ കാൺറ്റ് സ്വിം. വാട്ട് അബൌട്ട് ദിസ്? ഐ ലൈക്ക് കോഫി. ഇവിടെ
ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നുമില്ല അല്ലേ? ഈ സെൻറ്റൻസ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ സെൻറ്റൻസിനെ എങ്ങനെയാണ് നമ്മളൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക? ഐ ലൈക്ക് നോട്ട് കോഫി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒരിക്കലും അങ്ങനെ പറയില്ല. പിന്നെ എന്താണ് പറയുക? ഐ ഡോണ്ട് ലൈക്ക് കോഫി. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡു ഉപയോഗിച്ചത്? 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. രണ്ടാമത്തെ കാരണം, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഐ ആണ്. ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് സബ്ജക്റ്റ് ഒന്ന് മാറ്റിക്കൊടുത്ത് നോക്കാം. ഷീ ലൈക്സ് കോഫി. ഷീ എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലൈക്ക് എന്ന വേർബിൻ്റെ കൂടെ എസ് ചേർത്ത് കൊടുത്തത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ടെൻസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മളിവിടെ ഡസ്സാണ് ചേർത്ത് കൊടുക്കുക അല്ലേ? എന്താ കാരണം? ഷീ എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഷീ എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ് ഉപയോഗിച്ചത്. ഷീ ഡസിൻറ്റ് ലൈക്ക് കോഫി. എന്ത് മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഡസിൻറ്റ് ഉപയോഗിച്ചപ്പോൾ ലൈക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ എസ് അങ്ങോട്ട് തെറിച്ചു പോയി അല്ലേ? ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഡസ്സിന് ശേഷം വരുന്ന വേർബിൻ്റെ കൂടെ പിന്നെ നമ്മൾ എസ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഡസ്സിൽ തന്നെ ഒരു എസ് ഉണ്ട്. ഒരു കാട്ടിൽ 2 സിംഹത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന പോലെ ഡസ്സിന് ശേഷം വരുന്ന വേർബിൻ്റെ കൂടെയുള്ള എസ് നമ്മളെടുത്ത് മാറ്റണം. അതായത് ഡസ്സിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും അതിൻ്റെ ബേസ് ഫോമിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അനു ലൈക്സ് ടു റീഡ് കോമിക്സ്. ഈ സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കി നോക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയേ. എങ്ങനെ എഴുതും? സിമ്പിളാണല്ലേ? അനു ഡസിൻ ലൈക്ക് ടു റീഡ് കോമിക്സ്. ആരെങ്കിലും ലൈക്സ് എന്ന് എഴുതിയോ? ഇല്ലല്ലോ അല്ലേ? ഓൾ റൈറ്റ്. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ ഡിഡിൻ്റെ കാര്യത്തിലും ഓർത്ത് വയ്ക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജോസഫ് വെൻറ്റ് ടു ചർച്ച്. ഇവിടെ ജോസഫ് ചേർച്ചിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടന്നു കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ? സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണിത്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലാണെന്ന്? ആ വേർബിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ വേർബ്. വെൻറ്റ് എന്നത് ഗോ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ഗോ ആണ്. നടന്നു കഴിഞ്ഞൊരു കാര്യമായതുകൊണ്ടാണ് വേർബിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വെൻറ്റ് എന്നുള്ളത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജോസഫ് വെൻറ്റ് ടു ചർച്ച്. ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ ഡിഡാണ് ഇവിടെ ചേർത്ത് കൊടുക്കുക. എന്താ കാരണം? ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ജോസഫ് ഡിഡിൻറ്റ് ഗോ ടു ചർച്ച്. ഇവിടെ നമ്മൾ വെൻറ്റ് എന്ന വേർബിൻ്റെ ബേസ് ഫോമായ ഗോ ആണ് ഡിഡിന് ശേഷം ഉപയോഗിച്ചത്. സോ എപ്പോഴും ഓർക്കണം, ഡസിന് ശേഷവും ഡിഡിന് ശേഷവും വേർബ് അതിൻ്റെ ബേസ് ഫോമിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഡൂം ഡസും ഡിഡും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് നോക്കാം. യു സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ലൈക്സ് ടീ. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള 2 സെൻറ്റൻസസ് ആണുള്ളത്. ഈ സെൻറ്റൻസസ് നമ്മൾ എങ്ങനെയാണ് ചോദ്യരൂപത്തിലാക്കി മാറ്റുക? നമുക്കറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹെൽപ്പിംഗ് വേർബിനെ എടുത്ത് സബ്ജക്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ നമുക്കതൊരു ചോദ്യമാക്കി മാറ്റാം. പക്ഷേ ഈ സെൻറ്റൻസിലേക്കൊന്ന് നോക്കിയേ. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഇല്ല. അപ്പോൾ ഇതുപോലെ ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലാത്ത സെൻറ്റൻസസിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഡൂം ഡസും ഡിഡും ഒക്കെ അവതരിക്കുന്നത്. ഇനി ഡൂ ചേർക്കണോ ഡസ് ചേർക്കണോ ഡിഡ് ചേർക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്? ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ വേർബ് ഏത് ഫോമിലാണുള്ളത്, പ്രസൻറ്റ് ഫോമിലാണോ അതോ പാസ്റ്റ് ഫോമിലാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഡൂ ആണോ ഡസ് ആണോ ഡിഡ് ആണോ ഉപയോഗിക്കേണ്ടതെന്ന്. യു സ്പീക്ക് ഇംഗ്ലീഷ്. ഈ സെൻറ്റൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ? ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആയതുകൊണ്ട് നമ്മൾ ഏത് ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കുക? ഡു അല്ലേ?
ഡു എന്ന ഹെൽപ്പിംഗ് വേർബാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഡു എന്ന ഹെൽപ്പിംഗ് വേർബ് വെച്ച് തുടങ്ങുമ്പോൾ ആ സെൻറ്റൻസ് ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊരു ചോദ്യമായി മാറും. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും അല്ലേ? സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പ്രധാനമായും നമ്മൾ ഇത്തരം ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഒന്ന് എഴുതി നോക്കാം. ഹീ ലൈക്സ് ടീ. ഹീ എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഏത് ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കുക? ഡസ് അല്ലേ? സോ ചോദ്യരൂപത്തിലാക്കുമ്പോൾ ഡസ് ഹീ ലൈക്ക് ടീ എന്നായി മാറും. ഇവിടെയും വേർബിൻ്റെ കാര്യത്തിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചോ? ഡസ് ഹീ ലൈക്സ് ടീ എന്നല്ല, ഡസ് ഹീ ലൈക്ക് ടീ എന്നാണ് നമ്മൾ എഴുതിയത്. സോ ഡസ്സിനും ഡിഡിനും ശേഷം വേർബ് എപ്പോഴും അതിൻ്റെ ബേസ് ഫോമിൽ എഴുതാൻ നമ്മൾ ഓർത്തിരിക്കണം. ഹീ കിൽഡ് ദ സ്നേക്ക്. ഈ സെൻറ്റൻസിൻ്റെ വേർബിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. കാരണം കിൽ എന്നല്ല കിൽഡ് എന്നാണ് ആ സെൻറ്റൻസിലെ വേർബ്. കിൽ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലേ കിൽഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് നമുക്ക് ആ വേർബ് കാണുമ്പോഴേ മനസ്സിലാക്കാം. പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസസിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് നമ്മളിവിടെ ഉപയോഗിക്കുക അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ച് ഇതൊരു ചോദ്യമാക്കി മാറ്റുക? ഡിഡ് നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യം കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. ഡിഡ് ഹീ കിൽ ദ സ്നേക്ക്? എന്നിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കും. ഇവിടെ ഡിഡിന് ശേഷം വേർബിൻ്റെ ബേസ് ഫോമായ കില്ലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഡു, ഡസ്, ഡിഡ് തുടങ്ങിയ ഹെൽപ്പിംഗ് വേർബ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. കാരണം ഇവയുടെ ഉത്തരം ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. യെസ് ഓർ നോ എന്ന ഉത്തരത്തേക്കാൾ കൂടുതലായി നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ WH വേർഡ്സ് ഉപയോഗിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ? ഏതൊക്കെയാണ് WH വേർഡ്സ്? വാട്ട്, വെൻ, വെയർ, വിച്ച്, ഹൂ, വൈ ഇങ്ങനെ WH വേർഡ്സിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അപ്പോൾ ഈ WH ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയും നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്നിവ ഉപയോഗിക്കാറുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഡു, ഡസ്, ഡിഡ് എന്നീ ഹെൽപ്പിംഗ് വേർബ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഡൂവും ഡസ്സും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും ഡിഡ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുക. ഡു നമ്മൾ ഐയുടെ കൂടെയും പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഡസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നടന്നു കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഡിഡ് എന്ന് ഉപയോഗിക്കുക. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും നമ്മൾ ഡു, ഡസ്, ഡിഡ് എന്നീ ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ ഹെൽപ്പിംഗ് വേർബ്സ് നമ്മളിടയ്ക്ക് പോസിറ്റീവ് സെൻറ്റൻസസിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം നമ്മൾ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ ഹെൽപ്പിംഗ് വേർബ്സ് ആയിട്ടുള്ള ഡൂവും ഡസ്സും ഡിഡും ഒക്കെ ഉപയോഗിക്കുക. ഐ ഡു ഹാവ് എ കാർ. ഷീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ഡിഡ് സ്റ്റഡി. ഇവിടെയൊക്കെ ഒരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഉറപ്പിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ ഇതുപോലെ ഡു ഉപയോഗിക്കുക. ഈ ക്ലാസ് നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന സെക്ഷൻ പഠിക്കുമ്പോഴാണ്. ഇതറിഞ്ഞിരുന്നാലേ നമുക്ക് അവിടെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഈ ഹെൽപ്പിംഗ് വേർബ്സിനെ പറ്റി വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.